ഹായ് എവരിവൺ. അങ്ങനെ 2026 മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മൂവി പാട്രിയറ്റ് കണ്ടു. മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു കോംബോയുടെ ഒരു യമണ്ടൻ മൂവി പ്രതീക്ഷിച്ച് പോയി. ഐ വാസ് സാറ്റിസ്ഫൈഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഹേഷ് നാരായണന്റെ സ്ക്രിപ്റ്റിൽ പുള്ളിക്കാരൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഒരു വേറെ ലെവൽ രീതിയിലുള്ളൊരു എന്താ പറയുക സ്റ്റോറി ടെല്ലിങ്ങിൽ പോയൊരു മൂവിയാണ്. സ്റ്റോറി നല്ലതായിരുന്നു. ഇപ്പം അത്യാവശ്യം ഒരു സമകാലീന പ്രസക്തിയുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. നോർമലി പുള്ളിക്കാരന്റെ മൂവിയിൽ കാണുന്ന ആ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്, അതുപോലെ തന്നെ ആ സീരിയസ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള എന്താ പറയാ ആ ഒരു ഫ്ലോ അതെല്ലാം ഉണ്ടായിരുന്നു ഈ മൂവിയിൽ. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ മൂവിയുടെ ആക്ടിങ് എല്ലാവരുടെയും അടിപൊളിയായിട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സുശീൽ ശ്യാം ചെയ്ത BGM അതും അടിപൊളിയായിരുന്നു. മൂവിയുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. പിന്നെ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടനും മമ്മൂക്കയും വേറെ ലെവലായിരുന്നു. അവരെ രണ്ടുപേരെയും ആ ഒരു പ്രസന്റ് ചെയ്ത ഒരു രീതി അടിപൊളിയായിരുന്നു. രണ്ടുപേർക്കും ആ ഒരു എന്താ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ കൊടുത്ത്, അതുപോലെ തന്നെ നല്ലൊരു ബാക്ക് സ്റ്റോറി കൊടുത്ത് ആ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ലാലേട്ടന്റെ സ്ക്രീൻ ടൈം കുറച്ച് കുറവാണ്, എന്നാൽ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. രണ്ടുപേരും ആ ഒരു ലെവലിലാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ കുഞ്ചാക്കോവിന്റെ റോളാണെങ്കിലും പുള്ളിക്കാരൻ്റെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു റോളാണ്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ അത് ആസ് യൂഷ്വൽ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ ബോറടിക്കാത്ത കുറച്ച് ചെറിയ ത്രില്ലർ സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉള്ള നല്ല രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു സിനിമാറ്റോഗ്രഫി എല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മാസ് മസാല മൂവി പ്രതീക്ഷിച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈപ്പുള്ള സീൻസ് മാത്രം പ്രതീക്ഷിച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എന്നാൽ പോലും ഇതിൽ ഫൈറ്റ് സീൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫൈറ്റ് സീൻസിന്റെ ഒക്കെ ക്വാളിറ്റി കൊള്ളായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിന്റെ ആ ഒരു ഇപ്പം കുറച്ച് സിനിമകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്, ഫൈറ്റ് സീൻസിൽ നമുക്ക് ആ ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു ഷോർട്സിന്റെ ആ ഒരു സ്പീഡ് കൊണ്ടാണോ എന്താ അറിയില്ല, ഫൈറ്റ് സീൻസ് അത്ര ഒരു എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഓക്കെയാണ്. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ലാലേട്ടൻ മമ്മൂക്ക് ഹൈപ്പ് കൊടുക്കുന്ന ചെറിയ 1-2 സീൻസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ തിയേറ്ററിൽ എല്ലാവരും തന്നെ എൻജോയ് ചെയ്ത് കണ്ടു. നല്ലൊരു ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു മൂവിയാണ്. സോ ഇതെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ മൂവി റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.